2001 കാലത്ത് AK ആന്റണിയുടെ മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ വ്യാപകമായി തുടങ്ങിയത്. അതിനെതിരെ CPM-ഉം CPIയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളും വലിയ സമരം നടത്തുകയാണ്. ആ സമയത്താണ് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയന്റെ മകൾ കോയമ്പത്തൂരിലുള്ള അമൃത വിദ്യാലയത്തിൽ പോയി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തത്. അത് വലിയ വാർത്തയായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. അല്ലാതെ പിണറായി വിജയന്റെ മകനോ മകളോ ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പക്ഷെ ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ പോയി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഇറങ്ങി വരുന്നത് ഒരു പ്രാദേശിക ലേഖകൻ പടം എടുത്തപ്പോൾ അതിന്റെ പേരിൽ അയാളെ പിടിച്ചിടിക്കുകയും അതൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇത്ര മറച്ചു പിടിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യമായ കാര്യമാണ്. അതിപ്പോൾ ഒരാൾ അതിന്റെ പേരിൽ പടം എടുത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് അവരെ ഇടിക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് എന്തോ മറയ്ക്കാനോ ഒളിക്കാനോ ഉള്ളതുകൊണ്ടാണല്ലോ ഈശ്വര വിശ്വാസം ഉള്ള ഒരാൾക്ക് പേടിക്കേണ്ടത്. എന്റെ ഈശ്വര വിശ്വാസം ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചാൽ ആർക്കാണ് കുഴപ്പമുള്ളത്? അയാൾ അവിടെ ക്ഷേത്രത്തിൽ പോയതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അല്ല, തെറ്റില്ല. ഇത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതെല്ലാം. നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണമുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് 2006 തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഐഷ പോറ്റിയും MM മോനായി എന്ന് പറയുന്ന 2 പേര് ഈശ്വരനാമത്തിൽ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ പാർട്ടി അവരെ പരസ്യമായി ശാസിച്ച സംഭവം നമ്മുടെ പേരിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് പിണറായി വിജയന്റെ ഇറക്കിയ പ്രസ്താവനയിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയുടെ ഒരു 2 വരി ഇങ്ങനെയാണ് പറയുന്നത്: സഖാക്കൾ രഹസ്യമായി വെച്ചിരുന്ന ദൈവവിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ച് പാർട്ടിയെ അപമാനിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി അന്ന് വിലയിരുത്തിയത്.